നമസ്കാരം. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി CCTV അവതരിപ്പിക്കുന്ന ജനവിധി 2015 പുതിയൊരു അധ്യായത്തിലേക്ക് മുഴുവൻ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ചൂണ്ടൽ പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും വികസന നേട്ടങ്ങളെയും വികസന കോട്ടങ്ങളെയും സംബന്ധിച്ച് ഭരണപക്ഷത്തിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും പരസ്പരമായിട്ടുള്ള കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയായിട്ടാണ് ഇത് അവതരിപ്പിക്കുന്നത്. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ 10 വർഷമായിട്ട് LDF ഭരിച്ചുകൊണ്ടിരിക്കുന്ന പഞ്ചായത്താണ്. കഴിഞ്ഞ തവണ 18 വാർഡുകളാണ് പഞ്ചായത്തിനകത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ 20 വാർഡുകളാണ് പഞ്ചായത്തിലുള്ളത്. ചൂണ്ടൽ പഞ്ചായത്തിനെ കുറിച്ച് CCTV തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട്, ആ റിപ്പോർട്ടിലേക്ക് പോകാം. മലയാളത്തിന്റെ കാവ്യലോകത്തും മലയാള ചലച്ചിത്ര ഗാനശാഖയിലും ദേശീയ പുരസ്കാരത്തിന്റെ തങ്കത്തിളക്കത്തോടെ തിളങ്ങി നിന്ന യൂസഫ് അലി കേച്ചേരിയുടെ ജന്മനാടു കൂടിയായ ചൂണ്ടൽ പഞ്ചായത്ത് കാർഷിക സംസ്കൃതിയുടെ പാരമ്പര്യമുള്ള ഗ്രാമീണ മേഖലയാണ്. സാംസ്കാരികപരമായും വിദ്യാഭ്യാസപരമായും ഉയർന്ന മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന ജനതയാണ് പഞ്ചായത്തിലുള്ളത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളും സ്വകാര്യ ആശുപത്രിയും ഫാർമസി കോളേജും പഞ്ചായത്ത് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. രാഷ്ട്രീയമായി ഇടതുവലത് ചേരിക്കൊപ്പം നിലകൊണ്ട പാരമ്പര്യമാണ് പഞ്ചായത്തിനുള്ളത്. കുന്നംകുളം താലൂക്കിൽ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലാണ് ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത്. 18 വാർഡുകളാണ് നിലവിലുണ്ടായിരുന്നത്. വാർഡ് വിഭജനത്തിൽ 2 വാർഡ് വർദ്ധിപ്പിച്ച് 20 വാർഡുകളാക്കിയിട്ടുണ്ട്. 32,000 പഞ്ചായത്തിലെ ആകെ ജനസംഖ്യ. പ്രശസ്തമായ പെരുവൻമല ക്ഷേത്രം, എരനെല്ലൂർ കൊന്തമാതാവിൻ ദേവാലയം, പറപ്പൂക്കാവ് ക്ഷേത്രം, പട്ടിക്കര പറപ്പൂർത്തടത്തിൽ ജുമാ മസ്ജിദ്, ചൂണ്ടൽ പാറപ്പുറം മഹാവിഷ്ണു ക്ഷേത്രം, തായങ്കാവ് ശ്രീധർമ്മശാസ്താ ക്ഷേത്രം, കൂനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയം തുടങ്ങി നാനാജാതി മതസ്ഥരുടെ പ്രധാന ആരാധനാലയങ്ങളാണ് ചൂണ്ടൽ പഞ്ചായത്തിലുള്ളത്. 2 സർക്കാർ സ്കൂളുകൾക്ക് പുറമെ എയ്ഡഡ്, അൺഎയ്ഡഡ് മേഖലകളിലായി മറ്റു വിദ്യാലയങ്ങളും പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി SSLC പരീക്ഷയിൽ 100% വിജയമാണ് വിദ്യാലയങ്ങൾ നേടുന്നത്. പഞ്ചായത്തിലെ സർക്കാർ സ്കൂളുകൾ അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുന്ന ഘട്ടത്തിൽ നിന്ന് മനോഹരങ്ങളായ കെട്ടിടങ്ങളിൽ വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിപ്പിച്ചാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. പഞ്ചായത്തിലെ പ്രധാന സെന്ററായ കേച്ചേരിയിലാണ് പഞ്ചായത്ത് കാര്യാലയം കാലങ്ങളായി പ്രവർത്തിച്ചുവരുന്നത്. കേച്ചേരി ബസ് സ്റ്റാൻഡ് പരിസരത്ത് കെട്ടിടം നിർമ്മിച്ച് ഓഫീസിന്റെ പ്രവർത്തനം മാറുന്നതിന് പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. നിലവിൽ പഞ്ചായത്തിന്റെ ഭരണം കൈയാളുന്നത് LDF ആണ്. രേഖാ സുനിലാണ് പഞ്ചായത്ത് പ്രസിഡന്റ്. 18-അംഗ ഭരണസമിതിയിൽ 14 ഇടതുപക്ഷാംഗങ്ങളും 4 UDF അംഗങ്ങളുമാണുള്ളത്. നാളിതുവരെ BJPക്ക് പഞ്ചായത്തിൽ അക്കൌണ്ട് തുറക്കാനായിട്ടില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചില വാർഡുകളിൽ BJP മുന്നേറ്റമുണ്ടാക്കാൻ ശ്രമിച്ചുവെങ്കിലും വിജയിക്കാനായില്ല. ഇക്കുറി ഭരണസമിതിയിൽ പങ്കാളിത്തം ഉറപ്പാക്കാൻ കയ്യും മെയ്യും മറന്നുള്ള പ്രവർത്തനമാണ് BJP നടത്തിവരുന്നത്. പഞ്ചായത്തിന്റെയും MLAയുടെയും ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളുടെയും ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തി പദ്ധതികൾ ആവിഷ്കരിച്ച് കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് അവകാശപ്പെട്ടാണ് തുടർ ഭരണത്തിനായി LDF തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. പഞ്ചായത്തിലെ ലൈഫ് ഭവന പദ്ധതിയിലെ ലിസ്റ്റിലുള്ള മുഴുവൻ ആളുകൾക്കും വീടുകൾ നൽകുന്നതിനുള്ള നടപടികൾ പൂർത്തിയായി വരുന്നതായി ഭരണപക്ഷം അവകാശപ്പെടുന്നു. വിവിധ പദ്ധതികളിലായി 200-ൽ പരം വീടുകൾ നൽകുവാനായി എന്നത് ഏറെ അഭിമാനകരമായാണ് ഭരണപക്ഷം കാണുന്നത്. ലക്ഷം വീട് പദ്ധതിയിലെ ഇരട്ട വീടുകൾ പഞ്ചായത്ത് തനത് ഫണ്ട് ഉപയോഗിച്ച് ഒറ്റ വീടുകളാക്കുന്ന നടപടി പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞു. വിദ്യാഭ്യാസ രംഗത്ത് ആധുനിക വിദ്യാഭ്യാസം പുതുതലമുറയ്ക്ക് നൽകുന്നതിനു വേണ്ടിയുള്ള ആധുനിക സൌകര്യങ്ങളോടെയുള്ള കെട്ടിടങ്ങളും ഹൈടെക് ക്ലാസ് മുറികളും ഒരുക്കാനായി. ഭിന്നശേഷി കുട്ടികൾക്കുള്ള ബഡ് സ്കൂൾ കെട്ടിട നിർമ്മാണത്തിന് 50 ലക്ഷം രൂപയോളം വകയിരുത്താൻ അനുമതിയായി. പൊതു ആരോഗ്യ പരിപാലനത്തിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രമാക്കുകയും തലക്കൂട്ടുകര സബ് സെന്ററിന് 55 ലക്ഷം രൂപ ചിലവഴിച്ച് പുതിയ കെട്ടിടവും മറ്റ് ഉപകേന്ദ്രങ്ങളുടെ പുനരുദ്ധാരണവും പൂർത്തിയാക്കാനായി. ഏറെക്കാലത്തെ ആവശ്യമായിരുന്ന പഞ്ചായത്തിന് ഒരു ഹോമിയോ ഡിസ്പെൻസറി ചിറനെല്ലൂരിൽ തുടങ്ങാനായതും ഏറെ അഭിമാനകരമായ നേട്ടമായി കാണുന്നു. ഡയാലിസിസ് രോഗികൾക്കുള്ള പ്രതിമാസ സഹായം, അവശരായ രോഗികൾക്ക് ആശാവർക്കർമാർ വഴി മരുന്നുകൾ വീട്ടിലെത്തിക്കുക തുടങ്ങി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ സൗജന്യ നിരക്കിലെ ലാബിൽ തൈറോയിഡ് ടെസ്റ്റിനുള്ള മെഷീൻ സ്ഥാപിക്കാനായത് നേട്ടമായി പറയുന്നു. സമൂഹത്തിന്റെ പൊതുപ്രശ്നമായ മാലിന്യ സംസ്കരണ പദ്ധതിയുടെ ഭാഗമായി 36-അംഗ ഹരിതകർമ്മസേനയും 8 അംഗങ്ങളായി ആരംഭിച്ച വനിതാ ജിംനേഷ്യം, വഴിയോര വിശ്രമ കേന്ദ്രം, പാറന്നൂർ ചിറ വില്ലേജ് ടൂറിസം പദ്ധതി, ഹാപ്പിനെസ് പാർക്ക് ചിറ നവീകരണം പദ്ധതി 1.40 കോടി രൂപയോളം ചിലവഴിക്കാനായി.
വികസന പ്രവർത്തനങ്ങൾ പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇതിന്റെ ഭാഗമായി പുതിയ കെട്ടിടങ്ങൾ, ഹൈടെക് ക്ലാസ് റൂമുകൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ, ഓപ്പൺ ജിമ്മുകൾ, അങ്കണവാടികൾ, കാർഷിക വിജ്ഞാന കേന്ദ്രം, സാമൂഹിക പഠന കേന്ദ്രം, ഹോമിയോ ഡിസ്പെൻസറി, വഴിയോര വിശ്രമ കേന്ദ്രം തുടങ്ങി നിരവധി പുതിയ ആസ്തികൾ നിർമ്മിക്കുന്നതിന് ഈ 5 വർഷം കൊണ്ട് കഴിഞ്ഞു എന്നത് അഭിമാനകരമാണ്. വികസനത്തിന്റെ വസന്തകാലം എന്നാണ് ഭരണ നേതൃത്വം അവകാശപ്പെടുന്നതെങ്കിൽ വികസന മുരടിപ്പിന്റെയും അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിന്റെയും 10 വർഷങ്ങൾ കടന്നുപോയതെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നു. കേച്ചേരിയിൽ നിർമ്മിച്ച ബസ് സ്റ്റാൻഡിൽ നാളിതുവരെ ഒരു ബസ് കയറ്റാൻ പോലും ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല. ഭരണക്കാരുടെ തണലിൽ മണ്ണ് മാഫിയ പഞ്ചായത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും മണ്ണെടുക്കുന്നത് നിർബാധം തുടരുകയാണ്. പഞ്ചായത്തിന്റെ മുൻ ഭരണസമിതികൾക്ക് നേതൃത്വം നൽകിയ പ്രസിഡന്റുമാർക്കെതിരെ വിജിലൻസ് അന്വേഷണം നടക്കുകയാണ്. ഇടതുപക്ഷം ഭരിച്ച ഘട്ടങ്ങളിലെല്ലാം സാർവത്രികമായ അഴിമതിയാണ് നടന്നിട്ടുള്ളത്. വികസന പ്രവർത്തനങ്ങൾ വിവേചനപരമായാണ് നടപ്പിലാക്കിയത്. പഞ്ചായത്തിലെ പല റോഡുകളും തകർന്ന് ഗതാഗതയോഗ്യമല്ലാത്ത സ്ഥിതിവിശേഷമാണുള്ളതെന്നും പ്രതിപക്ഷം പറയുന്നു. ഭരണപക്ഷത്തിനെതിരെ വലിയ രീതിയിലുള്ള സമരങ്ങളാണ് പ്രതിപക്ഷം കാഴ്ചവെച്ചത്. ഇക്കുറി ചൂണ്ടൽ തദ്ദേശ പോരാട്ടത്തിന് വീറും വാശിയും വളരെ കൂടുതലായിരിക്കുമെന്നതിൽ ഒട്ടും സംശയമില്ല. ഭരണം നിലനിർത്താൻ LDFും പിടിച്ചെടുക്കാൻ കോൺഗ്രസും അക്കൗണ്ട് തുറക്കാൻ BJPയും കച്ചകെട്ടി പോർക്കളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു. പോർക്കളത്തിൽ ആര് വീഴും ആര് വാഴും എന്നറിയാൻ ഫലപ്രഖ്യാപനം വരെ കാത്തിരിക്കാം. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചുള്ള ഒരു വിശദമായ റിപ്പോർട്ടാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇനി നമുക്ക് ഈ ആലോചികരമായ ഒരു ചർച്ചയിലേക്ക് കടക്കേണ്ട ഘട്ടമാണ്. കഴിഞ്ഞ 5 വർഷക്കാലം രേഖാ സുനിലിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണസമിതിയും അതിനു മുൻപുള്ള 5 വർഷക്കാലം KS കരീം നേതൃത്വം നൽകിയ ഭരണസമിതിയും അങ്ങനെ തുടർച്ചയായി 10 വർഷക്കാലം ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണം കൈയാളിയത്. എന്തെല്ലാം വികസന പ്രവർത്തനങ്ങൾ പഞ്ചായത്തിനകത്ത് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഏറെക്കുറെ കാര്യങ്ങൾ ഇപ്പോൾ ഈ റിപ്പോർട്ടിനകത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും മറ്റ് ഏകദേശം എത്ര രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെയും ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് ഫണ്ടുകൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്താൻ പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും പഞ്ചായത്തിൻ്റെ പൊതുവായ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും ഒരു 5 മിനിറ്റിൽ നമുക്ക് പ്രസിഡന്റ് ഒന്ന് വിശദീകരിക്കാം. ആദ്യമായി CCTV പ്രേക്ഷകർക്ക് ഈ CCTV ജനവിധി എന്ന ഈ 2025 എന്ന പ്രോഗ്രാമിൽ ക്ഷണിച്ചതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് 10 വർഷക്കാലം LDFിൻ്റെ ഭരണത്തിൻ്റെ ആദ്യത്തെ 5 വർഷത്തിൻ്റെ വികസനം തുടർ ഭരണത്തിൽ കൊണ്ടുവരാൻ, കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ കൊണ്ടുവരാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ലൈഫ് നേരത്തെ റിപ്പോർട്ടിൽ ഇവിടെ കാണിച്ച് സൂചിപ്പിച്ചതുപോലെ തന്നെ ലൈഫ് മേഖലയിൽ നമുക്ക് ഒട്ടേറെ വീടുകൾ കൊണ്ടുവരാൻ, 200 താഴെ വീടുകൾ കൊണ്ടുവരാൻ നമുക്ക് ഈ പഞ്ചായത്തിൻ്റെ ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട്. തനത് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ 11ാം വാർഡിലും അതുപോലെ 1ാം വാർഡിലും 8 വീടുകളും 11ാം വാർഡിലെ 10 വീടോളം നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അത് തനത് ഫണ്ട് മാത്രം ഉപയോഗിച്ചാണ് അത് ചെയ്യാൻ നമുക്ക് സാധിച്ചത്. വളരെയേറെ സന്തോഷമാണ്. എന്താ വെച്ചാൽ അങ്ങനത്തെ അങ്ങനെയുള്ളൊരു പ്രവർത്തനം ചെയ്യാൻ നമുക്ക് സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെയാണ് മറ്റ് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലും നമുക്ക് ഒട്ടേറെ പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ ഈ അവസരത്തിൽ നമുക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ ഹൈടെക് ക്ലാസ് മുറികളാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ലാബുകൾ, നമ്മുടെ കമ്പ്യൂട്ടർ ലാബുകൾ തുടങ്ങാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ വിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണം എന്ന പദ്ധതി നമ്മൾ സംസ്ഥാനത്ത് തന്നെ ആദ്യമായാണ് കഴിഞ്ഞ ഭരണസമിതി കൊണ്ടുവന്നത്. അതുപോലെ തന്നെ മറ്റ് കുട്ടികൾക്ക് വേണ്ട, നമ്മുടെ SC കുട്ടികൾക്കൊക്കെ വേണ്ട കാര്യങ്ങൾ, ഭൗതിക സാഹചര്യങ്ങളൊക്കെ ഒരുക്കാൻ നമുക്ക് ലാപ്ടോപ്പ് ആയാലും എല്ലാം ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ടൂറിസം മേഖല എന്ന് പറയുന്ന ഞങ്ങളുടെ പാറന്നൂർ ചിറ, ഞങ്ങളുടെ ചെറിയൊരു സ്വപ്നമായ ആ പാറന്നൂർ ചിറയ്ക്ക് ഞങ്ങൾക്ക് ഒട്ടേറെ നമ്മുടെ നഗരസഞ്ചയയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവിടെ സൗന്ദര്യവൽക്കരണം, അതുപോലെ തന്നെ 18 ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഒരു കുട്ടികളുടെ പാർക്ക് എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് ഒന്നുമെങ്കിൽ തൃശ്ശൂരോ കുന്നങ്ങളൊക്കെ പോകേണ്ട ആ സാഹചര്യം ഒഴിവാക്കി നമ്മുടെ ഈ കൊച്ചു ഗ്രാമത്തിൽ തന്നെ ഒരു പാർക്ക് വന്നതിൽ വളരെയേറെ ഈ പഞ്ചായത്തിന് അഭിമാനം കൊള്ളാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഹരിതകർമ്മസേന,
നമുക്കറിയാം 36 പേരടങ്ങുന്ന ഹരിതകർമ്മ സേന അംഗങ്ങളെ ഒരു സ്ത്രീകൾക്ക്, കുടുംബശ്രീ അംഗങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത സ്ത്രീകൾക്ക് അവർക്കൊരു സാമ്പത്തികമായി അവരെ ഉയർത്തി കൊണ്ടുവരാൻ ഈ ഒരു പഞ്ചായത്തിന് നമുക്കത് സാധിച്ചു. എന്താ വെച്ചെങ്കിൽ അതുമാത്രമല്ല, പഞ്ചായത്ത് ഒരു പൂമുറ്റമാക്കി മാറ്റി തീർക്കാനും നമുക്ക് ഈ അവസരത്തിൽ സാധിച്ചതാണ്. എന്താ വെച്ചെങ്കിൽ നമുക്ക് ഒട്ടേറെ നായ്ക്കളുടെ ശല്യങ്ങളൊക്കെ കൂടുതലുണ്ടെങ്കിലും ഇപ്പോൾ അതൊക്കെ വളരെ ഒരു 80% നമുക്കത് മാറ്റിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. വലിച്ചെറിയുന്ന പുതിയൊരു നവകേരളത്തെ സൃഷ്ടിക്കാൻ നമുക്ക് ഈ അവസരങ്ങളിൽ നമുക്ക് പ്രയോജനപ്പെടുത്താൻ ഈ ഹരിതകർമ്മസേന വഴി നമുക്ക് ഓരോ വീടുകളിൽ നിന്ന് അജൈവ മാലിന്യങ്ങൾ ശേഖരിച്ചുകൊണ്ട് നമ്മുടെ മിനി MCFലേക്ക് എത്തിക്കുകയും പിന്നീട് MCFലെത്തി അത് തരംതിരിച്ച് അത് നമ്മൾക്ക് കൊടുക്കാനും, അതുപോലെ തന്നെ അജൈവ മാലിന്യങ്ങൾ നമ്മൾ സംസ്കരിക്കുന്നതിന് വേണ്ടി നമ്മുടെ അവിടെ പഞ്ചായത്തിൽ തന്നെ ബൊക്കാഷ്യം പക്കറ്റുകൾ കൊടുക്കുകയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പുതിയ പദ്ധതി, ഒരു പഞ്ചായത്തിലും ചെയ്യാത്ത ഒരു പദ്ധതിയാണ് ചേലോടെ ചൂണ്ടൽ എന്ന പദ്ധതി നമുക്ക് നടപ്പിലാക്കാൻ നമുക്ക് സാധിച്ചു. അതുപോലെ തന്നെ ആരോഗ്യ മേഖല നേരത്തെ ഇവിടെ റിപ്പോർട്ടിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഒരു സ്വപ്നമായിരുന്നു ഹോമിയോ കൊണ്ടുവരിക. ഹോമിയോ നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു. അതുപോലെ തന്നെ പുതിയ തലക്കോട്ടുകര ഒരു സബ് സെൻറ്റർ 55 ലക്ഷം രൂപ ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഒരു സബ് സെൻറ്റർ കൊണ്ടുവരാൻ സാധിച്ചു. അതുപോലെ തന്നെ മറ്റ് PHC സബ് സെൻറ്ററുകളിലൊക്കെ നമുക്ക് നവീകരണങ്ങൾ നടത്താൻ നമുക്ക് സാധിച്ചു. അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ നമുക്ക് ഉണർവേകാൻ ഈ അവസരങ്ങളിൽ നമുക്ക് ഈ ഭരണസമിതി കാലഘട്ടത്തിൽ നമുക്ക് ഒട്ടേറെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അംഗനവാടികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ 30 അംഗനവാടികളിലെ 21 അംഗനവാടികൾക്ക് മാത്രമായിരുന്നു സ്ഥലമുണ്ട്. 22 അംഗനവാടികൾക്ക് മാത്രമാണ് സ്ഥലം ഉണ്ടായിരുന്നത്. അതിൽ 21 എണ്ണത്തിന് മാത്രമാണ് കെട്ടിടം ഉണ്ടായിരുന്നത്. ആ സ്ഥലങ്ങളിലേക്ക് നമുക്ക് നല്ല ഉള്ള ആളുകൾ തന്ന 3 സെൻറ്റ് സ്ഥലത്തേക്ക് നമുക്ക് മൊത്തം 5 കെട്ടിടത്തിൽ 3 എണ്ണത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനും 2 എണ്ണം പണിതുകൊണ്ടിരിക്കുകയാണ്. ആ മേഖല അതുപോലെ തന്നെ അവർക്ക് വേണ്ട കുട്ടികൾക്ക് വേണ്ട സൗകര്യങ്ങൾ, അവർക്ക് വേണ്ട കളി സാധനങ്ങളായാലും അതുപോലെ തന്നെ പോഷകാഹാരങ്ങളായാലും അതുപോലെ തന്നെ അവർക്ക് വേണ്ട എല്ലാ ഇപ്പോൾ ഈ പുതിയ മെനു വന്നതിൻ്റെ ഭാഗമായി നമുക്ക് പെട്ടെന്ന് ഈ പഞ്ചായത്തിലാണ് ഏറ്റവും ആദ്യമായി ആ പദ്ധതി നടപ്പിലാക്കിയത്. മറ്റുള്ള പഞ്ചായത്തുകളായിട്ട് മുന്നോടിയായിട്ട് എന്താ വെച്ചെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ അവർക്ക് അതിൻ്റെ ഉപകരണങ്ങളില്ല, മിക്സി ഇല്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മളത് മുൻകൂട്ടി തന്നെ നമ്മളത് കൊടുക്കുകയും അതിൻ്റെ ഭാഗമായി അവർക്ക് നല്ല രീതിയിൽ ആ പദ്ധതി അവിടെ നടപ്പിലാക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ നമ്മുടെ ഏത് മേഖലയിലും നമുക്ക് ഒന്നൊന്ന് എടുത്തു പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഈ ഭരണസമിതി കാലത്ത് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ വഴിയോര വിശ്രമ കേന്ദ്രം, അവിടെ ഒരു കുളം, ജലരക്ഷ ജീവരക്ഷ എന്ന പദ്ധതിയുടെ ഭാഗമായി നമുക്ക് ഒട്ടേറെ കുളങ്ങൾ നവീകരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ MLAയുടെ ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കളിസ്ഥലം, നമ്മുടെ ഹില്ലിൻ്റെ മുകളിലുള്ള കളിസ്ഥലത്തിന് നെറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ക്രിക്കറ്റിൻ്റെ ഒരു കോർട്ട് നെറ്റ് അടിക്കാനൊക്കെ നമ്മൾ ഫണ്ട് പാസ്സായിട്ടുണ്ട്. ടെൻഡർ കഴിഞ്ഞിട്ടുള്ളതാണ്. അതിൻ്റെ എഗ്രിമെൻ്റൊക്കെ വെക്കാൻ ഈ ഭരണസമിതി കഴിഞ്ഞ് അടുത്ത ഭരണസമിതി വരുമ്പോൾ അതിൻ്റെ പണി തുടങ്ങാൻ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഒരു സ്വപ്നമാണ് പൊളിഞ്ഞു വീഴാറാവുന്ന നമ്മുടെ പഞ്ചായത്തിൻ്റെ വർഷങ്ങളായുള്ള പഴക്കമുള്ള നമ്മുടെ പഞ്ചായത്ത് കെട്ടിടം നമ്മൾ ബസ് സ്റ്റാൻഡിലേക്ക് മാറ്റാൻ നമ്മൾ തീരുമാനിച്ച് അതിൻ്റെ നടപടികളൊക്കെ കഴിഞ്ഞ് TSന് വേണ്ടി നമ്മൾ തിരുവനന്തപുരം എത്തിയിട്ടുണ്ട്. TS ഈ അടുത്ത പുതിയൊരു ഭരണസമിതി അധികാരത്തിൽ വരുമ്പോൾ ആ ഭരണസമിതിക്ക് അത് നിർമ്മിക്കാനൊക്കെ സാധിക്കും. അതിന് 10 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് നമുക്ക് ബഡ്ജറ്റിൽ നമുക്ക് തന്നിട്ടുള്ളത്, MLA തന്നിട്ടുള്ളത്. അതിൻ്റെ 2 കോടി രൂപ നമുക്ക് ടോക്കൺ മണിയായിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വികസനങ്ങൾ, റോഡുകളുടെ എല്ലാ ഭാഗങ്ങളിലേക്കും റോഡുകളുടെ വികസനം നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ സ്ട്രീറ്റ് ലൈറ്റ്, അങ്ങനെ ഒട്ടേറെ പദ്ധതികൾ നമുക്ക് ഈ പഞ്ചായത്ത് കുടുംബശ്രീ മേഖലയായാലും ഹരിതകർമ്മസേന മേഖലയായാലും ലൈഫായാലും വിദ്യാഭ്യാസ മേഖല അതുപോലെ തന്നെ ടൂറിസം മേഖല ഒന്നൊന്ന് പറയാൻ തുടങ്ങിയെന്ന് അവസാനിക്കില്ല. 5 മിനിറ്റ് സമയത്തിൻ്റെ ഉള്ളിൽ അവസാനിക്കുന്നത് കൊണ്ട് ഞാൻ കൂടുതൽ അടുത്തൊരു വേളയിലും സംസാരിക്കുന്നു. തീർച്ചയായിട്ടും വലിയ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി എന്നുള്ളതാണ് പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ അവകാശവാദം. എന്നാൽ കഴിഞ്ഞ 5 വർഷക്കാലം ഈ പഞ്ചായത്തിനകത്ത് പ്രതിപക്ഷത്തിനെ ചൂണ്ടിക്കാണിക്കാൻ കഴിയാവുന്ന പോരായ്മകൾ
എന്തൊക്കെയാണ് എന്നുള്ളത് പ്രതിപക്ഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള ശ്രീ ആൻഡോ പോൾ വിശദമാക്കുന്നത്. നമസ്കാരം. പ്രസിഡന്റ് തുടങ്ങി വെച്ചിട്ട് നമ്മൾ തുടങ്ങുകയാണ്. ബസ് സ്റ്റാൻഡിൻ്റെ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തിട്ട് ഇന്ന് അതിൻ്റെ അവസ്ഥ എവിടെ വന്നിരിക്കുന്നു എന്ന് നമ്മൾ വളരെയധികം സൂക്ഷിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ബസ് സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് മിനിമം കേച്ചേരിയിൽ നിന്ന് പുറപ്പെടുന്ന ബസ്സുകളെങ്കിലും ഉൾക്കൊള്ളിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. ഇന്ന് ആ അവസ്ഥ അവിടെ പോയി നോക്കിയാൽ നമ്മുടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എടുത്തുകൊണ്ടുവരുന്ന സാധനങ്ങളുടെ സ്റ്റോറേജായി വരെ ആയി മാറിയിരിക്കുന്നു. പട്ടനവധി സന്ദർഭങ്ങളിൽ നമ്മുടെ ചാനൽ തന്നെ അതിൽ വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞെന്ന കാര്യമാണ്. എന്തു തന്നെയായാലും അത് ഉദ്ഘാടനം ചെയ്ത് 10 വർഷത്തിന് ശേഷം അതിലെന്തു മാറ്റം വരുത്താൻ നമുക്ക് സാധിച്ചു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അത് ഒരു വേസ്റ്റ് മണിയായി അവിടെ കിടക്കുന്ന സന്ദർഭം ഉണ്ടായി. സംസ്ഥാന സർക്കാർ അന്നത്തെ MLAയുടെയും ജില്ലാ പഞ്ചായത്തിലേക്ക് ഫണ്ട് ഉപയോഗിച്ച് വന്ന ഒരു സ്ഥാപനമാണത്. അതിൽ നിന്ന് ഒരു പുരോഗതിയും ഉണ്ടാകാൻ നമുക്ക് സാധിച്ചില്ല. അതുപോലെ തന്നെ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴാറായ പഞ്ചായത്ത് ബിൽഡിംഗ് പ്രസിഡന്റ് സ്വയം സമ്മതിക്കുകയുണ്ടായി. സ്വാഗതം ചെയ്യണം. നമുക്ക് ആ പഞ്ചായത്ത് ബിൽഡിങ് 5 വർഷം, ഞാനൊരു പഞ്ചായത്ത് മെമ്പറായതിനു ശേഷം 5 വർഷവും നമ്മുടെ വികസനരേഖാ പദ്ധതികളിൽ നോക്കിയാൽ പഞ്ചായത്ത് നിർമ്മാണത്തിന് തുക കൈമാറി വെച്ച് പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട്. എല്ലാ വർഷവും നമ്മൾ വികസന സെമിനാറിൽ കയ്യടി വാങ്ങിക്കുന്ന ഒരു മാതൃകയായി മാറുമ്പോഴും എല്ലാ പ്രാവശ്യവും നമ്മൾ പറയും നമുക്ക് അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനങ്ങളും നടത്താൻ. കഴിഞ്ഞ പ്രാവശ്യം അവതരിപ്പിച്ച ശേഷം വൈസ് പ്രസിഡന്റ് പറയുകയുണ്ടായി, നമ്മുടെ കാലത്ത് നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിച്ചില്ല എങ്കിലും അതിൻ്റെ ശിലാസ്ഥാപനങ്ങൾ നടത്തി പണി തുടങ്ങി വയ്ക്കാൻ നമുക്ക് സാധിക്കുമെന്നതാണ് എന്ന രീതിയിൽ സംസാരിക്കുകയുണ്ടായി. അപ്പോഴും നമ്മൾ അതിനെ സ്വാഗതം ചെയ്തു. ആ അവസ്ഥ ഇന്ന് ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിൽ ജീർണിച്ച ബിൽഡിങ് ഏതെന്ന് ചോദിച്ചാൽ അത് ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിൻ്റെയാണ്. സമീപ പഞ്ചായത്തുകളിലൊക്കെ അമ്പരചുംബികളായ ബിൽഡിങ്ങുകൾ പണിത് പഞ്ചായത്ത് ഓഫീസ് മാറുമ്പോൾ നമുക്ക് പറ്റാതെ വന്നത് ഒരു വീഴ്ച തന്നെയാണ്. നമ്മുടെ ക്രെമറ്റോറിയത്തിൻ്റെ അവിടെ തുടങ്ങിയത് അത് എന്തു തന്നെയായാലും അത് സാധാരണ ആളുകൾക്കൊരു ഉപയോഗം കിട്ടുന്ന രീതിയിൽ അത് പ്രവർത്തിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. ഇന്നും അതിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട കാര്യങ്ങളിൽ നമ്മൾ അവിടെ വീഴ്ച സംഭവിക്കുക. ആ വീഴ്ച എന്ന് പറയുന്നത് നമ്മൾ അത് തിരുത്തപ്പെടേണ്ട വീഴ്ചയാണ്. അതുപോലെ തന്നെയാണ് നമുക്കറിയാം ഇന്ന് ചോട്ടിലപ്പാറ ഭാഗത്തെ അവസ്ഥ. 1.5 വർഷമായി ആ ജനങ്ങൾക്ക് കേച്ചേരിയുമായി ബന്ധപ്പെടാൻ അല്ലെങ്കിൽ ഈവൻ തുവാനൂരുമായി ബന്ധപ്പെടാൻ മറ്റൊരു മാർഗമില്ലാത്ത അവസ്ഥയാണ്. പാലം പണിയുടെ പേരിൽ ഒരു ടെൻഡർ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞാൽ അത് എത്രത്തോളം സ്പീഡിലായിട്ട് സമയബന്ധമായി നടത്തേണ്ട കാര്യങ്ങളിൽ വളരെയധികം പിന്നാക്കം വരുന്ന അവസ്ഥയുണ്ടാവുക. ഇന്നിപ്പോൾ അടുത്ത ഒരു ഉത്തരവ് പറയുകയുണ്ടായി, ആ സമയപരിധിക്ക് ഉള്ളിൽ ചെയ്തു തീർത്തിട്ടില്ലെങ്കിൽ അതിന് ഉത്തരവാദികൾ ആ ഉദ്യോഗസ്ഥരായിരിക്കുമെന്ന തരത്തിലുള്ള ഒരു സർക്കാർ ഉത്തരവ് നിലയിൽ വന്നിരിക്കുക. അപ്പം നമുക്ക് ചൂണ്ടൽ പഞ്ചായത്തിൻ്റെ ഭാഗങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുന്നു. അതുപോലെ തന്നെയാണ് അന്തമില്ലാതെ കിടക്കുന്ന തുവാനൂർ പാലം. ഈ പാലത്തിൻ്റെ അപ്രോച്ച് റോഡ് പണിയാൻ ആരാണ് തടസ്സം? അത് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം നമുക്കില്ലേ? ഇവിടെ എന്തിൻ്റെ കുറവ് കൊണ്ടാണ്, ആരുടെ എതിർപ്പ് കൊണ്ടാണ് ഇതൊക്കെ സാധിക്കാത്തത് എന്ന് പറയാം. UDFൻ്റെ ഭാഗത്തു നിന്ന് ഒരു MLAയോ അല്ലെങ്കിൽ ഒരു സംസ്ഥാന ഭരണമോ പഞ്ചായത്തോ ബ്ലോക്ക് പഞ്ചായത്തോ ജില്ലാ പഞ്ചായത്തോ ആരും തന്നെയില്ല. സംയോജിതമായ പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ കാര്യമായ ഇടപെടലുകൾ നേതൃത്വം നടത്തുന്നതിനോ മറ്റിടപെടലോ നടത്താത്തതിൻ്റെ പരിണിത ഫലമാണ് ഈ ജനങ്ങൾ ഇവിടെ അനുഭവിക്കുന്നത്. മഴുവഞ്ചേരി മുതൽ ചൂണ്ടൽ വരെയുള്ള റോഡ് ഇപ്പം അത് ടാറിങ് നടത്തിയിട്ട് കോൺക്രീറ്റിംഗ് നടന്നു വരുന്നു. പക്ഷെ അതല്ലാതെ അത് വീതി കൂട്ടിയെടുക്കാൻ അതിനായിരുന്നല്ലോ കഴിഞ്ഞ UDF MLA ഉണ്ടായിരുന്ന PM മാധവേട്ടൻ്റെ സമയത്ത് ഇവിടെ തിരികത്തിച്ചും ചങ്ങല പിടിച്ചും പ്രതിജ്ഞ ചൊല്ലിയുമൊക്കെ കഴിഞ്ഞു കൂട്ടിയത്. അതിൽ നിന്ന് 2 പ്രാവശ്യം ഒരേ MLA, ഒരേ ഭരണം, ഒരേ പഞ്ചായത്ത്. എന്തുകൊണ്ട് ആ എക്കോസിസ്റ്റം നടപടികൾ നടത്താൻ സാധിച്ചില്ല? അങ്ങനെ നിൽക്കുമ്പോൾ തന്നെയാണ് നമ്മൾ കേച്ചേരി വികസനത്തിൻ്റെ പേരിൽ വരുന്ന പരിപാടികളും. നമ്മൾ ഒരു വികസനത്തിൻ്റെ രീതിയിൽ വികസനത്തിനെ എതിർക്കുന്നവരല്ല. പക്ഷേ വികസനം എന്ന പേരിൽ നമ്മൾ പറയില്ലല്ലാതെ പ്രവർത്തിയിൽ വരുത്താതാണ് നമുക്ക് നഷ്ടം.
അതുപോലെ തന്നെയാണ് നമുക്ക് ഏറ്റവും പ്രധാനമുള്ളൊരു സംഗതിയാണ് കേച്ചേരിയിലെ ഒരു കളിക്കളം. ഫുട്ബോൾ പ്രേമികൾക്ക് കേച്ചേരിക്കാരുടെ അവരുടെ ഒരു വികാരമാണ് കളിക്കളം, ഗ്രൗണ്ട്. നമുക്കതിനു വേണ്ടി ഒരു പദ്ധതി ആവിഷ്കരിക്കാൻ, അതിനുവേണ്ടി ഒരു പദ്ധതി കാണാൻ നമുക്ക് സാധിക്കണില്ല. നമുക്ക് തെങ്ങ് ഭാഗത്ത് നമ്മളൊരിക്കലും അളന്ന് തിട്ടപ്പെടുത്തി നമുക്ക് ലൈഫിൻ്റെ ഭവന പദ്ധതിക്ക് വേണ്ടി സ്ഥലം കണ്ടെടുക്കാനുള്ള ശ്രമം നടത്തുന്നു എന്ന് പറഞ്ഞിരുന്ന നമ്മൾ ഇന്ന് ആ സ്ഥലം പതിച്ചു കൊടുക്കുകയാണ്. സർക്കാർ വേറെ ആളുകൾക്ക് പതിച്ചു കൊടുക്കുന്ന അവസ്ഥയുണ്ടാവുക. അത്തരം ഇടപെടലുകൾ നടത്താൻ നമുക്ക് സാധിക്കുന്നില്ല. നമ്മളവിടെ പതിച്ചു കൊടുക്കുന്നു എന്നറിയുമ്പോഴാണ് പറയുന്നത് നമ്മളല്ലേ അതിന് ലൈഫിൻ്റെ പദ്ധതിക്ക് വേണ്ടി ഫ്ലാറ്റ് നിർമ്മിക്കാൻ വേണ്ടി നമ്മൾ അളക്കാൻ തീരുമാനമെടുത്തത് പഞ്ചായത്ത്. അതുപോലെ തന്നെയാണ് ഈ സ്വജനപക്ഷപാതത്തിന് കൂട്ടുനിൽക്കുന്ന രീതിയിൽ പഞ്ചായത്ത് സംജാതമാവുന്നത്. ഞങ്ങളുടെ ഒരു ഇഷ്യൂ ആയിരുന്നു ഈ സ്ട്രീറ്റ് ലൈറ്റ് പരിപാലനത്തിൻ്റെ ടെൻഡർ നടപടി. ആ ടെൻഡർ നടപടി ഈ ടെൻഡർ മാനുവലിൽ ആർക്ക് വേണമെങ്കിൽ ടെൻഡർ വയ്ക്കാം. അവിടെ ഞങ്ങൾ ആയ ടെൻഡർ വന്നാലും ലോവസ്റ്റ് ടെൻഡറിനെ അംഗീകരിച്ച് മുന്നോട്ട് പോകുന്നതിന് UDFO അല്ലെങ്കിൽ മെമ്പർമാരോ അല്ലെങ്കിൽ പുറമെ ആരും ഞങ്ങളതിന് എതിർപ്പല്ല. അവിടെ ഈ ടെൻഡർ മാനുവലിന് വിരുദ്ധമായി കൂടിയ ടെൻഡർ നടപടികൾ നടത്തിയ ആളുകൾക്ക് നെഗോസിയേഷൻ എന്ന ഓമനപ്പേരോടുകൂടി ടെൻഡർ നടപടികൾ ടെൻഡർ ഉറപ്പിക്കാൻ ശ്രമിച്ചപ്പോഴാണ് അവിടെ സാങ്കേതികമായ പ്രശ്നമുണ്ടായത്. അത് ഭരിക്കുന്ന സർക്കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടതുപക്ഷ സർക്കാർ തന്നെ അത് ബോധ്യപ്പെട്ട് അത് ഓംബുഡ്സ്മാനെ അവർ തന്നെ നിർദ്ദേശം നൽകിയിരിക്കുക ഞങ്ങളുടെ പരാതിയുടെ മുകളിൽ തീരുമാനമെടുക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു നമ്മുടെ സ്വജനപക്ഷപാതം? അത് അഴിമതിക്ക് കൂട്ടു നിൽക്കുകയല്ലേ. ഇവിടെയൊക്കെയാണ് ശക്തമായ ഇടപെടലുകൾ നമ്മൾ നടത്തിയിട്ടുള്ളത്. പിന്നെ ചെറയുടെ നവീകരണം കാർഷിക പുരോഗതിക്ക് ഉപയോഗിച്ചു എന്ന് പറയുന്നതിന് കൃഷി ആവശ്യത്തിന് വേണ്ടി നമ്മളൊക്കെ പാടത്ത് കൃഷി ചെയ്യുന്ന ഒരു കർഷകൻ കൂടിയായി എനിക്കറിയാം. പാടത്ത് ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും കാതലായ പ്രശ്നമാണ് വെള്ളം തോടുകളിലൂടെ സംരക്ഷിച്ച് പോകാൻ സാധിക്കുന്നില്ല. വ്യക്തമായ തോടുകൾ സംരക്ഷണ ഭിത്തിയില്ല. ഇത്തരം രീതിയിൽ വരുമ്പോൾ നമുക്ക് വളമിടാനോ കൃഷി ചെയ്യാനോ പറ്റാത്തൊരു സാഹചര്യം നിലനിൽക്കുകയാണ്. അപ്പോൾ കാർഷിക അഭിവൃദ്ധിക്ക് ഏറ്റവും നല്ല പ്രാധാന്യമുള്ള പഞ്ചായത്ത് എന്ന് എല്ലാവരും വിശേഷിക്കുന്ന, ഞങ്ങളടക്കം എല്ലാവരും വിശേഷിക്കുന്ന നമ്മുടെ പഞ്ചായത്തിനെ കൃഷിരീതിക്ക്, അതുപോലെ തന്നെയാണ് വന്യമൃഗശല്യം, കാട്ടുപന്നികൾ. ഒരിക്കൽ നമ്മൾ കാട്ടുപന്നികളെ വെടിവെച്ചു എന്ന് പറഞ്ഞാലും മറ്റ് പഞ്ചായത്തുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുമ്പോൾ ഈ കാട്ടുപന്നികളെ നമ്മൾ വേണ്ട വിധം അത് നശിപ്പിക്കുന്നില്ല എങ്കിൽ ഈ വർഷവും പാടത്ത് വിത്തിറക്കിയ കർഷകർക്ക് രണ്ടാം തവണ ഞാറ് വിത്ത് കൊടുത്ത് അവർ ഞാറിട്ട് വിത്ത് കൊടുത്ത് ഞാറുണ്ടാക്കേണ്ട സന്ദർഭം ഉണ്ടായി. ഈ കാര്യങ്ങളിലെല്ലാം നമ്മൾ വളരെയധികം ശക്തമായ ഇടപെടലുകൾ വേണം. പിന്നെ വഴിയോര വിശ്രമ കേന്ദ്രം പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റിന് അറിയാമത്. പഞ്ചായത്ത് പ്രസിഡന്റ് കഴിഞ്ഞ പ്രാവശ്യം വൈസ് പ്രസിഡന്റായ സമിതി എടുത്ത തീരുമാനം 2019 തീരുമാനം നടപ്പിൽ വരുത്തിയത് 2025 2020 അതിന് തുടർ നടപടികൾക്ക് വേണ്ടി അന്ന് ടെൻഡർ 2019 ടെൻഡർ നടന്ന പരിപാടിയാണ്. ആ വഴിയോര വിശ്രമം നടപ്പിൽ വരുത്താൻ, ഓപ്പൺ ചെയ്യാൻ, ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാനെടുത്ത വർഷം 6 വർഷമാണ്. അപ്പം എന്തിനാണ് ഇത്രയും 6 വർഷം കൊണ്ട് നമുക്കതിലുണ്ടാകുന്ന നഷ്ടം എത്രയാണ്? നമുക്കൊരു PWD മാനുവലിൽ ഉണ്ടാകുന്ന ഹൈക്ക് വരുന്നതിനൊക്കെ നമ്മൾ ബാധിതരാവുകയാണ്. അപ്പം നമ്മൾ ഏറ്റവും ഒരു പദ്ധതി ആവിഷ്കരിച്ചാൽ സമയബന്ധിതമായി അത് നടപ്പിലാക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. നമുക്ക് എല്ലാ കൊല്ലവും നമുക്കറിയാലോ, നമുക്ക് എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് നോക്കാൻ ഒരു പ്ലാൻ കോർഡിനേറ്റർ വരെയുള്ള പഞ്ചായത്താണ്. സമീപ പഞ്ചായത്തുകൾ നമ്മൾ നോക്കുക, അത്തരം പദ്ധതി ഇല്ലാഞ്ഞിട്ട് പോലും സമീപ പഞ്ചായത്തുകൾ അച്ചീവ് ചെയ്യുന്ന ടാർഗറ്റിൻ്റെ അത്രയ്ക്ക് എത്താൻ നമുക്ക് സാധിക്കുന്നില്ല. 14 LDF മെമ്പർമാരും 4 UDF മെമ്പർമാരേ ഉള്ളൂ. ഈ 14 ഞങ്ങൾ ആദ്യമേ തൊട്ട് പറഞ്ഞു നല്ല കാലിബറുള്ള യൂത്തായ ആളുകളുള്ള പഞ്ചായത്ത് മെമ്പർമാരാണ്. അവരെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പദ്ധതി 100% എത്താൻ കഴിഞ്ഞ 5 വർഷം കൊണ്ട് സാധിച്ചിട്ടില്ല. അതുകൊണ്ടുണ്ടാകുന്ന ബിലോ നഷ്ടങ്ങൾ നമ്മൾ വഹിക്കേണ്ടി വരും പഞ്ചായത്ത്. ഒരു ഭാഗത്ത് ആ നഷ്ടവും പിന്നെ സ്പിൽ ഓവർ പ്രോജക്റ്റുകളായി കുറേ കയറി വരികയാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരുത്തേണ്ടത് അനിവാര്യമാണ്. ആ മാറ്റമാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആ മാറ്റത്തിനാണ് UDF പ്രവർത്തിക്കുന്നത്. മാറ്റം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും വളരെ വലിയ ആരോപണങ്ങൾ ആണ് പഞ്ചായത്ത് പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുള്ളത്.
അതിൽ പ്രധാനമായും ഇപ്പോൾ വന്നിട്ടുള്ള ആരോപണങ്ങൾ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വികസനം നടന്നില്ല എന്നുള്ള അതിൻ്റെ കാര്യങ്ങൾ പറയുന്നത് കഴിഞ്ഞ 10 വർഷത്തിലേറെ കാലമായിട്ടുള്ള ഒരു കാര്യമാണ്. മറ്റേ മഴുവഞ്ചേരി മുതൽ ചൂണ്ടൽ വരെയുള്ള റോഡിൻ്റെ വികസനം. സംസ്ഥാന പാതയുടെ മറ്റു ഭാഗങ്ങളിലെല്ലാം തന്നെ വലിയ വികസനം നടക്കുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ അതിൻ്റെ അപ്പുറത്ത് കൈപ്പറമ്പ് പഞ്ചായത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചില ഭാഗത്ത് ഈ റോഡ് ഇടുങ്ങിയ അവസ്ഥയുണ്ടായിരുന്നു. അവിടുത്തെ വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റലപ്പള്ളി നേരിട്ട് ഇടപെട്ട് അവിടെ റോഡ് വീതി കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങി വെക്കുകയും അതിൻ്റെ നടപടികൾ നടന്നു വരികയാണ്. നമുക്ക് കേവലം 5 കിലോമീറ്റർ ദൂരമാണ് വരുന്നത്. അതിനകത്ത് വളരെ കൂടുതലായിട്ടുള്ളത് തരിശ് കിടക്കുന്ന പാടശേഖരങ്ങൾ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളാണ്. ജനവാസ മേഖല വളരെ അപൂർവങ്ങളിലാണ് ഉള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വികസന പ്രവർത്തനം, പഞ്ചായത്തിൻ്റെ തന്നെ മുഖച്ഛായ മാറ്റാവുന്ന ഒരു വികസന പ്രവർത്തനം കഴിഞ്ഞ 10 വർഷക്കാലം LDF ഭരണ നേതൃത്വം നൽകിയ ഒരു പഞ്ചായത്തിന് എന്തുകൊണ്ട് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് പ്രതിപക്ഷത്തിൻ്റെ മാത്രം ചോദ്യമല്ല, ആ പ്രദേശത്തെ, ആ പഞ്ചായത്തിനകത്തെ ജനവിഭാഗത്തിൻ്റെ കൂടി ഒരു ചോദ്യമാണ്. അതിന് എന്താണ് പഞ്ചായത്ത് പ്രസിഡന്റിന് മറുപടി പറയാനുള്ളത്? നമ്മുടെ ആ റോഡ് 5.5 കിലോമീറ്ററാണ് നമ്മുടെ മഴുവഞ്ചേരി മുതൽ ചൂണ്ടൽ വരെയുള്ള ആ റോഡിൻ്റെ വികസനം. നമ്മൾ കോൺട്രാക്ട് എടുത്ത ആ വ്യക്തി അത് ഇട്ടു പോവുകയും പിന്നീട് ഇപ്പോൾ അത് ക്ലിയറാക്കി നമ്മളിപ്പോൾ റോഡ് നല്ല രീതിയിൽ വരുന്നുണ്ട്. വീതി കൂട്ടാൻ അവിടെ 22 മീറ്റർ അങ്ങനെ വീതി കൂട്ടുന്നതിന് സ്ഥല പോരായ്മ ഉള്ളത് കൊണ്ട് പിന്നെ അത് അവിടെ ഇടുകയും ഇപ്പോൾ അതിൻ്റെ അന്ന് ആ പദ്ധതി നമുക്ക് ആ 5.5 മീറ്റർ നമുക്ക് അംഗീകാരം കിട്ടാത്തതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളത് പ്രവർത്തനങ്ങൾ ചെയ്യാണ്ട് വികസനം വരാതിരുന്നത്. ഇപ്പോൾ നമുക്കത് 130 കോടി രൂപ രണ്ടാം ഘട്ടത്തിൽ ആദ്യം 15 കോടി വെച്ചുകൊണ്ട് 70 മീറ്റർ ആളൂർ റോഡും അതുപോലെ ആളൂർ ഭാഗത്തേക്കും 200 മീറ്റർ നമ്മുടെ മറ്റ് 3 റോഡിലേക്കും സെൻട്രൽ വികസനം വരുത്താൻ 15 കോടി രൂപ വെച്ചിരുന്നു. ഇപ്പോൾ അത് മാറ്റി 30 കോടി നമ്മുടെ നേരത്തെ പറഞ്ഞതുപോലെ തൂവാനൂർ അപ്പച്ചൂർ റോഡും കൂടി വരുത്തുന്നതിന് വേണ്ടി നമുക്ക് 130 കോടി രൂപ സ്ഥലം ഏറ്റെടുക്കുന്നതിനൊക്കെ കൂടി ഇപ്പോൾ നമ്മൾ ഫണ്ട് നമ്മുടെ ഗവൺമെൻറ് പാസ്സാക്കിയിട്ടുണ്ട്. രണ്ടാം ഘട്ടത്തിൽ പാസ്സായിട്ട് എന്തായാലും അത് നടക്കും. പിന്നെ ക്രിമിറ്റോറിയം ഞാൻ കഴിഞ്ഞ ഒരു പ്രസ് ക്ലബ്ബിൽ അത് പറഞ്ഞതാണ്. അവിടെ ക്രിമിറ്റോറിയം എന്ന് പറയുമ്പോൾ അവിടെ ഒരു ബൈലോ തന്നെ ഉണ്ട്. നമുക്ക് മറ്റുള്ള പഞ്ചായത്തുകളിൽ നിന്ന് ഓടിയെടുക്കാൻ സാധിക്കില്ല. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ശുചിത്വ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഒന്നും കൂടി നമ്മൾ കൊണ്ടുവരാൻ പോകുന്നുണ്ട്. എന്നുവെച്ചെങ്കിൽ ശുചിത്വ ഫണ്ട് ഉപയോഗിച്ച് തനത് ഫണ്ട് ഉപയോഗിക്കുമ്പോൾ അതിന് കുറച്ച് നൂലാമാലകളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ശുചിത്വ ഫണ്ട് തന്നെ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു ക്രിമിറ്റോറിയം തന്നെ വേറൊരു പദ്ധതി എന്ന് വെച്ചെങ്കിൽ ഇപ്പോൾ ഇത് 6 മാസം കഴിഞ്ഞാൽ അതിന് കേടുപാടുകൾ വരും. അപ്പോൾ മാത്രമാണ് നമ്മൾ നിർത്തി വയ്ക്കുന്നത്. അപ്പോൾ ആ 6 മാസം കേടുപാടുകൾ നടത്തുന്ന സമയത്ത് നമുക്ക് അപ്പുറത്ത് ഒന്ന് ചെയ്യാൻ നമ്മൾ ഈ അടുത്ത ഒരു പദ്ധതിയിൽ നമ്മളത് വെച്ചുകൊണ്ട് ശുചിത്വ ഫണ്ട് വെച്ച് നമ്മൾ ആ ഭരണസമിതി ആലോചിച്ചിട്ടുണ്ട്. അത് എന്തായാലും ചെയ്യും. അപ്പോൾ ഈ പറയുന്ന മുടക്കില്ലാതെ അത് ഈ സമയങ്ങളിലാണ് മറ്റുള്ള ക്രിമിറ്റോറിയം സ്ഥലങ്ങളിലൊക്കെ 2 ക്രിമിറ്റോറിയത്തിൻ്റെ ഉണ്ടാവും. ഒന്നുമല്ല ഇളവെളിയിലൊക്കെ 3 ഒന്ന് ഇതാക്കില്ലെങ്കിൽ അവർക്ക് കത്തിക്കാനുള്ള ആ സൗകര്യം നമുക്കവിടെ ജനവാസം കൂടുതലുള്ള ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ നമുക്കത് സാധിക്കാത്തത്. അല്ലെങ്കിൽ ഒന്നും കൂടി നമുക്ക് ചെയ്യാൻ സാധാരണ വിറകൊക്കെ ഇട്ട് ചെയ്യുന്ന രീതിയിലേക്കൊക്കെ അപ്പോൾ അടച്ചിടാതെ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കാത്തത് ഇത് കാരണം കൊണ്ടാണ്. അതുപോലെ കളിസ്ഥലത്തിൻ്റെ ഒരു കളിസ്ഥലം നമ്മുടെ പഞ്ചായത്തിലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ കുന്നത്തുണ്ട്. വേറൊരു പൊതുസ്ഥലം, വേറൊരു കളിസ്ഥലത്തിന് നമുക്ക് അതിൻ്റേതായ സ്ഥലം ലഭിക്കാൻ വളരെയേറെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് നമുക്ക് ആ പദ്ധതി അവിടെ നടപ്പിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തെങ്ങ് പ്രദേശത്ത് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അതിൽ റവന്യൂവിൻ്റെ നമ്മളതിൻ്റെ കാര്യങ്ങളൊക്കെ മുൻകൂട്ടി തീരുമാനിച്ച് അളക്കാനും എടുക്കാനും അതിൻ്റെ കാര്യങ്ങൾ ലെറ്റർ അയക്കാനൊക്കെ നമ്മൾ റവന്യൂവിലേക്കൊക്കെ കൊടുത്തിട്ട് അത് മിച്ചഭൂമി സ്ഥലമാണ്. ആ മിച്ചഭൂമി ആളുകൾക്ക് പതിച്ചു കൊടുത്തിട്ടുള്ള ഭൂമിയാണ്. ആ ഭൂമി ഇന്ന് പല ആളുകളുടെ കയ്യിലുകളാണ് കിടക്കുന്നത്. അത് നമ്മൾ എടുക്കുമ്പോൾ അതിന് കുറേ നൂലാമാലകൾ ഉണ്ട് എന്നുള്ള ഗവൺമെൻറ്റിൽ നിന്ന് ബോധ്യം നമുക്കുണ്ട്. റവന്യൂ ആണ് ഇപ്പോൾ അത് കുറച്ച് ഭാഗം ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ അതിദാരിദ്ര്യത്തിൽ ഉള്ള ആളുകൾക്കാണ് ഇപ്പോൾ അത് കൊടുക്കുന്നത്. അതിൻ്റെ ഭാഗമായി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ കുറേ ആളുകൾക്ക് പട്ടയമില്ലാത്ത ആളുകളുണ്ട്, അവർക്ക് പട്ടയം കൊടുക്കാനും അതേപോലെ മറ്റുള്ളവർക്ക് അത് ഭൂമി റവന്യൂ ഏറ്റെടുത്തുകൊണ്ട് പുതിയ ഒരു അപേക്ഷ
ജനങ്ങളിൽ നിന്ന് ക്ഷണിച്ച്, അത് ചൂണ്ട പഞ്ചായത്ത് മാത്രമല്ല മറ്റുള്ള പഞ്ചായത്തുകളിൽ നിന്ന് ഇതുപോലെ സ്ഥലമില്ലാത്ത ആളുകളിൽ നിന്നെല്ലാം മൊത്തം അപേക്ഷ ക്ഷണിച്ചുകൊണ്ട് മുൻതൂക്കം ചൂണ്ട പഞ്ചായത്തിന് തന്നുകൊണ്ട് ചെയ്യാമെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ നടപടികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്ലാറ്റ് സമുച്ചയം എന്നുള്ളത് നമുക്ക് സ്ഥലം തരില്ല. അവർ ഗവൺമെൻറ് നമുക്ക് സ്ഥലം തന്നെങ്കിൽ മാത്രമാണ് നമുക്കത് ചെയ്യാൻ. നമ്മുടെ മിച്ചഭൂമി അളന്നു കൊടുത്തിട്ടുള്ള സ്ഥലമാണത്. നമ്മളതിൻ്റെ കാര്യങ്ങളൊക്കെ മുന്നോടിയായിട്ട് ഇങ്ങനെ ഓരോ എഴുത്തുകളും അതിൻ്റെ കാര്യങ്ങളൊക്കെ രേഖകളൊക്കെ കൊടുത്തുകൊണ്ട് നമ്മളത് നടപ്പിലാക്കാൻ വേണ്ടി നമ്മൾ കുറേയേറെ പരിശ്രമിച്ച് അളവ് വരെ എത്തി. ഇപ്പോൾ അളവ് കുറച്ച് ആളുകൾക്കൊക്കെ അവരവരുടെ സ്ഥലം എവിടെയാണെന്നുള്ളതൊക്കെ മനസ്സിലുണ്ട്. ഇപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ അവിടെ താമസിക്കുന്ന ആളുകൾക്ക് അവരുടെ സ്ഥലമാണെന്ന് പോലും അറിയാത്ത അവസ്ഥയിലായിരുന്നു. അതൊക്കെ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും അടുത്തൊരു ഭരണസമിതി അധികാരത്തിൽ വരുമ്പോൾ ആ കാര്യങ്ങൾ കൃത്യമായി നമുക്ക് പോകാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് പട്ടയം കിട്ടാത്ത കുറേ ആളുകൾക്കൊക്കെ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ നമുക്ക് കുറേ ആളുകൾക്കൊക്കെ ഇപ്പോൾ പട്ടയം ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടിയ പട്ടയം നമുക്ക് എരനെല്ലൂർ ഭാഗത്ത് കുറേ ആളുകൾക്ക് പട്ടയം കിട്ടാനുണ്ടായിരുന്നവർക്കൊക്കെ പട്ടയം കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡിൻ്റെ കാര്യം പറഞ്ഞു. UDF-ൻ്റെ ഭരണകാലത്തായിരുന്നു ഈ ബസ് സ്റ്റാൻഡ് അവിടെ ഉദ്ഘാടനം കർമ്മം നിർവഹിച്ചത്. അന്ന് നിർമ്മിച്ച് കഴിഞ്ഞ് പിന്നീട് വരുന്ന ഭരണസമിതി LDF ഗവൺമെൻറ് ഭരണസമിതി ചെയ്യാൻ വേണ്ടി നമ്മൾ ബസ് കയറ്റാൻ വേണ്ടിയൊക്കെ നോക്കിയപ്പോൾ നമ്മുടെ RDO ഭാഗത്ത് നിന്ന് കടത്താനുള്ള അനുമതി ലഭിക്കാത്തതിൻ്റെ ഒരു ഭാഗമായി അശാസ്ത്രീയമായുള്ള ബസ് സ്റ്റാൻഡിൻ്റെ നിർമ്മാണമാണ് നമുക്ക് അനുമതി ലഭിക്കാത്തതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെയാണ് നമുക്ക് അതിലേക്ക് ബസ് കടത്താൻ സാധിക്കാണ്ടിരുന്നത്. പിന്നീട് ഇപ്പോൾ നമ്മൾ അവിടേക്കാണ് ഇപ്പോൾ നമ്മൾ നമ്മുടെ പഞ്ചായത്ത് കൊണ്ടുവരാൻ നമ്മൾ പഞ്ചായത്ത് കൊണ്ടുവരാൻ തീരുമാനിച്ചപ്പോഴും നമുക്ക് ഈ പഞ്ചായത്തിൻ്റെ കെട്ടിടം പണിതു എന്ന് പറയുമ്പോൾ അതിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അശാസ്ത്രീയമായ രീതിയിൽ അതിൻ്റെ റൂമുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഇത്ര അടി ഉയരമൊന്നും ഇല്ലാത്ത രീതിയിലേക്കാണ് ഒക്കെ പണിതിട്ടുള്ളത്. അതിൻ്റെ പൊളിച്ച് കളഞ്ഞ് ഗവൺമെൻറ് ശരിക്കും അവിടെ നിന്ന് എഞ്ചിനീയർമാരൊക്കെ വന്നപ്പോൾ അത് പൊളിച്ച് കളഞ്ഞ് വേറൊന്നും ചെയ്യാം എന്ന് പറഞ്ഞപ്പോഴും നമ്മൾ പറഞ്ഞത് എന്താ വെച്ചെങ്കിൽ അത് നമ്മൾ ഇതുവരെ പണിത് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഒന്നും ചെയ്യാത്ത ഒരു സാധനം പൊളിച്ച് കഴിഞ്ഞാൽ അതിന് അഴിമതി എന്ന് പറഞ്ഞ് നമ്മളോട് പറയും. അത് കാരണം കൊണ്ട് അത് നിർത്തി, അത് ആ ബസ് സ്റ്റാൻഡ് നിർത്തി, അതിൻ്റെ ബസ് പേ നിർത്തിക്കൊണ്ട് 2 ബസ് പേ നിർത്തി ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ചേർത്തുകൊണ്ട് നമ്മുടെ പഞ്ചായത്ത് കെട്ടിടം അവിടേക്ക് വരാനാണ് നമ്മൾ തീരുമാനിച്ചത്. ഗവൺമെൻറ് കോളേജിൽ നിന്ന് നമ്മൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കി അതിൻ്റെ സ്ട്രക്ചറൊക്കെ വരച്ച് എല്ലാം അനുമതി ലഭിച്ചിട്ടുണ്ട്. TS-ന് വേണ്ടി നമ്മൾ തിരുവനന്തപുരം എത്തിയിട്ടുണ്ട്. എന്തായാലും ഈ ഭരണസമിതി അധികാരത്തിൽ വരുമ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായി കൂടുതൽ നേരത്തെ വൈസ് പ്രസിഡന്റ് പറഞ്ഞ് കല്ലിടാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്. ആ പ്രതീക്ഷ ഒന്ന് ചെറുതായിട്ട് മാറിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ. അതെന്തായാലും നടപ്പിലാക്കാൻ നമുക്ക് ഈ അടുത്ത ഒരു LDF ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ നമുക്കത് നടത്താൻ സാധിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. ആ പ്രതീക്ഷ ഞങ്ങൾ കൈവിടുന്നില്ല. പ്രതീക്ഷ ഞങ്ങൾ 100% പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഞങ്ങളുടെ LDF ചുണ്ടേൽ ഗ്രാമപഞ്ചായത്തിൽ അധികാരത്തിൽ വരുമെന്ന് ഞങ്ങൾക്ക് നല്ല 100% പ്രതീക്ഷയോടുകൂടിയ തന്നെ ആയിരിക്കും. തീർച്ചയായും വലിയ പ്രതീക്ഷയാണ് പഞ്ചായത്ത് പ്രസിഡന്റിന് ഉള്ളത്. വീണ്ടും അധികാരത്തിൽ തിരിച്ചു വരും എന്നുള്ളതാണ്. കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് കോൺഗ്രസ് അല്ലെങ്കിൽ UDF സംവിധാനം ഭരണത്തിന് പുറത്താണ്. കോൺഗ്രസ്സിന് UDF-നും വലിയ ശക്തിയുള്ള ഒരു പ്രദേശം തന്നെയാണ്. ആദ്യ കാലഘട്ടം മുതൽ താങ്കളുടെ പിതാവ് തന്നെ പഞ്ചായത്ത് അംഗവും പ്രസിഡന്റും ഒക്കെ ആയിരുന്ന ഒരു പഞ്ചായത്താണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു തിരിച്ചുവരവിന് വേണ്ടിയിട്ടുള്ള പ്രധാനമായിട്ടുള്ള മുദ്രാവാക്യവും പ്രവർത്തനവും ഏത് രീതിയിലായിരിക്കും? അല്ല, നമ്മൾ സ്വജനപക്ഷപാതവും അഴിമതിയും മാറി നിന്നുകൊണ്ട് സാധാരണ ജനങ്ങൾക്ക് ഏത് കാര്യത്തിലാണ് നമുക്ക് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്തതെന്ന് നോക്കണം. അതായത് ഒരു ബിൽഡിങ് പണിയുമ്പോൾ ഉണ്ടാകുന്ന വർധനവ്, ടാക്സ് വർധനവ്, അതുപോലെ തന്നെയാണ് നികുതി ഇനത്തിൽ നമ്മുടെ ലാൻഡ് ടാക്സ്, ബിൽഡിംഗ് ടാക്സ്, നിർമ്മാണത്തിന് ഉപയോഗിക്കുക, ലൈസൻസിന് വരുന്ന ടാക്സ്, ഇതൊക്കെ വർദ്ധിപ്പിച്ചിരിക്കുക. ഈ വർദ്ധിപ്പിച്ച കാര്യങ്ങൾ ഒരിക്കൽ വർദ്ധിപ്പിച്ചത് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ പരാജയം ഏറ്റെടുത്തപ്പോൾ അത് കുറയ്ക്കാൻ ശ്രമിച്ചു. അത് ഈ തിരഞ്ഞെടുപ്പിലെ പരാജയം അത് കുറവ് വരുത്താൻ അവർക്ക് സാധിക്കും, അവർക്കൊരു ഓർമ്മപ്പെടുത്തലാവും. പക്ഷെ അതുകൊണ്ടൊന്നും ഈ തെരഞ്ഞെടുപ്പ് അടുത്ത തെരഞ്ഞെടുപ്പിനുള്ളൊരു മുന്നോടിയായി തന്നെയാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. അപ്പോൾ ഇനി തിരുത്തിയതെപ്പോഴാണ്? പെൻഷൻ സംവിധാനങ്ങൾ ഡിലേ വന്നത് കൊടുക്കാൻ തീരുമാനിച്ചപ്പോഴാണ്? കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലെ പരാജയം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഓരോ തിരഞ്ഞെടുപ്പും ഒരു ചൂണ്ടുപലകയാവുക.
ഈ റോഡ് വികസനത്തിൻ്റെ പേരിൽ നമ്മൾ സ്ഥലം ഫ്രീ സറണ്ടർ അല്ല, സറണ്ടർ ഞങ്ങൾ ചെയ്യാം, ആദ്യമായി സറണ്ടർ ചെയ്തോളാം, ഞങ്ങൾക്ക് താരിഫ് ഫിക്സ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടാണ് കേച്ചേരി മഹൽ വരെ അവർ സ്ഥലം വിട്ടുതരാൻ അന്ന് തയ്യാറായിട്ടുള്ളായിരുന്നു. അവർ പറഞ്ഞിട്ടാണത്. കഴിഞ്ഞ ഇവരൊക്കെ നമ്മളത് വലിയ രീതിയിൽ സമരരംഗത്ത് വന്നു. മനോരമ ന്യൂസിൽ എഴുതിയതിന് പേരിൽ അവർക്ക് അവാർഡ് വരെ ലഭിച്ചു. പക്ഷെ അവിടെ നിന്ന് അതിൽ നിന്ന് എന്തു മാറ്റമാണ് ഈ 10 വർഷം കൊണ്ട് കേച്ചേരി റോഡ് വികസനമായി സംഭവിച്ചതെന്ന് പറയണം. ഇനി എന്താക്കാമെന്നല്ലേ, അത് അടുത്ത് വരുന്നവർ ചെയ്തോട്ടെ. നമുക്ക് എന്ത് ചെയ്യാൻ? 10 വർഷം ഒരേ MLA, ഒരേ ഭരണം, ഒരേ മുഖ്യമന്ത്രി, ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. ജനങ്ങളുടെ ഭാഗത്തു നിന്നും കാര്യമായ അലസമായ സമീപനം തന്നെ ഉണ്ടായിട്ടുള്ളത്. ഇത് ജനങ്ങൾ നോക്കിക്കാണു തന്നെയാണ്. ജനങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ട്. UDF അധികാരത്തിൽ വന്നാൽ ഇതിന് കാതലായൊരു മാറ്റം വരുത്താൻ സാധിക്കുമെന്ന് ജനങ്ങൾ നല്ല പ്രതീക്ഷയിൽ തന്നെയാണ്. ആ പ്രതീക്ഷ ആസ്ഥാനത്താവില്ല. അടുത്ത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തോടു കൂടി UDF അധികാരത്തിൽ വരും. അതിനുള്ള എല്ലാ സാഹചര്യവും എല്ലാ കളവും അവിടെ ഒരുക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ അവിടെ അല്ലെങ്കിലും ചൂണ്ട പഞ്ചായത്തിനെ കുറിച്ച് ഭാഗങ്ങളും ഞാനൊരു ജനവിധി നേടുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. ഞങ്ങൾ ഡേ ടു ഡേ വീടുകളിൽ കയറുന്ന ഒരാളാണ്. അവരിൽ നിന്ന് കിട്ടുന്ന റിപ്ലൈ, അവരിൽ നിന്ന് കിട്ടുന്ന മറുപടി വളരെയധികം ഞങ്ങൾക്ക് ഉത്തേജനം നൽകുന്നു. വരാൻ പോകുന്ന കാലഘട്ടത്തിൻ്റെ മാറ്റം ഞങ്ങൾക്ക് അവരുടെ മുഖത്ത് നിന്ന് പ്രതീക്ഷിക്കുകയല്ലേ. ഏത് കാര്യത്തിലാണുള്ളത്? ഈ പെൻഷൻ 2000 ആക്കി എന്ന് പറയുന്നവർ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ 2 രൂപ സെസ് മേടിച്ച് എത്ര കൊല്ലം പെൻഷൻ കൊടുക്കാൻ വേണ്ടി മേടിച്ചിട്ടുണ്ടല്ലോ, അതിന് പെൻഷൻ നമ്മൾ സർക്കാർ പറഞ്ഞമാതിരി ഇത്ര കൊല്ലം ഇത്ര മാസത്തെ അരിയർ വരെ തരാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയുന്ന വിധത്തിൽ ഈ വർഷം നമ്മൾ തീരുമാനമെടുത്തു. ശരിയാണ്, അരിയർ കൊടുക്കാൻ വരെ ബാധ്യസ്ഥയായ ഇതിൽ ടാക്സ് നമ്മൾ പെട്രോളിയം സെസ് മേടിച്ച് ഉൽപ്പന്നങ്ങൾ സെസ് മേടിക്കുന്നത് 2 രൂപ. എന്നിട്ട് ഈ അവസാന സമയത്ത് നിങ്ങൾക്ക് 2000 ആക്കിയില്ലേ? ഇപ്പോൾ ചിലരൊക്കെ പറയുന്നത് നിങ്ങൾക്ക് 3600 രൂപ തന്നില്ല, ഔദാര്യമാണ്. 2000 രൂപ ഒരു മാസം മുമ്പത്തെ പെൻഷനും. അതല്ല, അത് അവൻ്റെ അവകാശമാണ്, അവൻ്റെ റൈറ്റാണ്, മൗലിക അവകാശമാണ്. അത് ആരുടെയും ഔദാര്യമല്ല. ഔദാര്യം തരാണെന്ന വിധത്തിലൊക്കെ മുമ്പ് പറയുന്നെങ്കിൽ അതൊന്നും നമ്മളതിലേക്ക് കിടക്കല്ല. നമ്മൾ കൊടുക്കേണ്ട കാര്യങ്ങൾ ജനങ്ങൾക്ക് ഏത് കാര്യത്തിലാണ്? നമ്മളൊക്കെ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ അറിയാലോ, ഈ റവന്യൂ ടാക്സ്, ലാൻഡ് ടാക്സ് ഇത്ര ശതമാനം കൂടിയ ഒരു കാലഘട്ടം മുമ്പ് ഉണ്ടായിട്ടില്ല. നിസ്സാരമായി 5 സെൻറ്റും 10 സെൻറ്റും ഉള്ള ആളുകളാണ്. അവർ വീട് വെച്ചാൽ പെർമിറ്റ് ഫീസ് എത്ര ഇരട്ടി വർദ്ധിക്കണു. ഏത് കാര്യത്തിലാണ്? കറണ്ടായാലും വൈദ്യുതി ആയാലും ഒരു കാര്യത്തിലും ഞങ്ങൾ അതേ നിലവാരം തുടർന്നു. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഒരു മാറ്റം വരുത്താതെ ഞങ്ങൾ സംരക്ഷിച്ചോളാമെന്ന് പറയുന്നവർ ഒരു കാര്യത്തിലും ഒരു തരത്തിലുള്ള ഇളവും സാധാരണ ജനങ്ങൾക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഇതൊക്കെ ജനങ്ങൾ അനുഭവിക്കും. ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ആ ബോധ്യം യാഥാർത്ഥ്യമാകുമെന്ന നല്ല പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതിനുള്ള അവസരമുണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. തികഞ്ഞ വിജയപ്രതീക്ഷയാണ്. തികഞ്ഞ വിജയപ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾക്ക്. തികഞ്ഞ വിജയപ്രതീക്ഷയോടെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഒരു കാരണവശാലും ഒരു പരാജയത്തിൻ്റെ ഭീതി ഞങ്ങൾ നിലച്ചിട്ടില്ല. സ്ഥാനാർത്ഥി നിർണയത്തിലും ശക്തമായ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചുകൊണ്ടുള്ള വലിയ മുൻകാലങ്ങളിലാവാത്ത വിധത്തിൽ വലിയ പടലപ്പണക്കങ്ങളില്ലാതെ ഞങ്ങൾ സ്ഥാനാർത്ഥി രംഗത്ത് വന്നിട്ടുണ്ട്. അവിടെ പഞ്ചായത്തിലെ 2 വാർഡുകളിൽ UDFന് റെബൽ കാൻഡിഡേറ്റ്സ് ഉണ്ട്. 2 വാർഡുകളിൽ ഞങ്ങൾക്ക് റെബൽ കാൻഡിഡേറ്റ് ഉണ്ട് എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷെ അതിൻ്റെ ഒപ്പം അതൊന്നും UDFൻ്റെ ഭരണത്തെ നമ്മൾ ഒരിക്കലും അത് ഉപയോഗിക്കും, അല്ലെങ്കിൽ ഞങ്ങൾക്ക് UDF ഭരണം വരുന്നതിൽ ബാധിക്കുമെന്ന ഒരു പ്രതീക്ഷയും ഞങ്ങൾക്കില്ല. അതായത് അതിനൊന്നും ഞങ്ങൾക്കൊരു തടസ്സമല്ല. അവരൊക്കെ എത്രത്തോളം എത്തുമെന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് കാണാം. പക്ഷേ ഞങ്ങൾ സമീപിച്ചിരുന്നു, സംസാരിച്ചിരുന്നു. പിന്നെയും അത്തരം രീതി വരികയാണെങ്കിൽ ജനാധിപത്യം അവർക്കും വരണമെന്ന് ആഗ്രഹിച്ചാൽ അതിനവർക്ക് തടസ്സം ചെയ്യാൻ പറ്റില്ല. UDFൻ്റെ ആവാം, LDFൻ്റെ ആവാം. ആളുകൾക്ക് നമുക്കൊരു മാറ്റം വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. പല സ്ഥലത്തും സ്ഥാനാർത്ഥികൾ എതിരഭിപ്രായമുള്ള ആളുകൾ അപ്പുറത്തും ഇപ്പുറത്തുണ്ട് എന്ന് നമുക്ക് അറിയാം. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? പക്ഷെ ഞങ്ങൾ നിർത്തിയ കാൻഡിഡേറ്റ് ഒരിക്കലും ആരുടെ പാനൽ വെച്ച് നോക്കിയാലും ഒരിക്കലും അയ്യോ അത് നഷ്ടമായി എന്ന് തോന്നിക്കാത്ത രീതിയിലുള്ള ഒരു പാനലാണ് UDF കൊണ്ടുവന്നിട്ടുള്ളത്. തീർച്ചയായും 2 വാർഡുകളിൽ മറ്റേ റെബൽ കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിലും തികഞ്ഞ വിജയപ്രതീക്ഷയാണ് പ്രതിപക്ഷത്തിനുള്ളത്. കഴിഞ്ഞ തവണ 18 അംഗ ഭരണസമിതി ആയിരുന്നെങ്കിൽ ഇത്തവണ അത് 20 അംഗ ഭരണസമിതിയാണ്. ഭരണം ലഭിക്കണമെങ്കിൽ സ്വാഭാവികമായും 11 അംഗങ്ങളുടെ ഭൂരിപക്ഷമെങ്കിലും വേണം എന്നുള്ള സാഹചര്യമുണ്ട്.
LDFിൻ്റെ വിജയപ്രതീക്ഷ എത്രമാത്രമാണ്? ഞങ്ങൾക്ക് 20-ൽ 20 ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയോട് കൂടി തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതിലൊരു വ്യത്യാസവും ഞങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾ പ്രതിപക്ഷം എന്ന് പറയാനില്ല, എന്നാലും അവർ പറയുന്ന രീതിയിലേക്ക് നമ്മൾ പ്രവർത്തനങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല എന്ന് ജനങ്ങൾക്ക് കാണുമ്പോൾ അറിയാമല്ലോ. ഞങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഏതും സ്ഥലത്തേക്ക് കാണിച്ചു കഴിഞ്ഞാൽ അവിടെ ഉണ്ട് എന്ന് പറയുന്ന രീതിയിലേക്ക് നല്ല രീതിയിൽ തന്നെയാണ് നമ്മുടെ ഈ ഭരണത്തിൽ എല്ലാ അംഗങ്ങളും എല്ലാ വാർഡുകളിലേക്കും നമ്മൾ ഒരേപോലുള്ള രീതിയിൽ തന്നെയാണ് പദ്ധതികൾ കൊണ്ടുവരാൻ നമ്മൾ മുതിർന്നിട്ടുള്ളത്. അതല്ലാതെ നമ്മൾ അവിടെ ഒരു പ്രതിപക്ഷമെന്നോ അല്ലെങ്കിൽ ഭരണപക്ഷമെന്നോ ഒന്ന് കാണിച്ചുകൊണ്ടല്ല നമ്മൾ ഈ 5 വർഷക്കാലം എന്നല്ല 10 വർഷക്കാലം നമ്മൾ എല്ലാ വാർഡുകൾക്കും ഒരേപോലെ പദ്ധതികൾ വയ്ക്കുമ്പോൾ ഒരേപോലെ തന്നെയാണ് അവിടെ കൊടുത്തിരുന്നത്. അവിടെ രാഷ്ട്രീയമെന്ന് കാണിച്ചുകൊണ്ടല്ല. പിന്നെ അതേപോലെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ എല്ലാ പ്രവർത്തനങ്ങളും നല്ല നേരത്തെ ഈ ബസ് സ്റ്റാൻഡിൻ്റെ കാര്യങ്ങൾ പറഞ്ഞില്ലേ, അതേപോലെ നമ്മൾ ഒരു അഴിമതി നടത്താതെ തന്നെയാണ് ഈ 10 വർഷക്കാലം നമ്മൾ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ നമുക്ക് സാധിച്ചത്. അത് തന്നെ ജനങ്ങൾക്ക് അറിയാം. 100% നമ്മൾ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന വലിയൊരു പഞ്ചായത്താണ് നമ്മുടെ പഞ്ചായത്ത്. ആ പഞ്ചായത്തിൻ്റെ കാര്യങ്ങളിലെ ഒട്ടേറെ പദ്ധതികൾ ശരിക്കും പറയുകയാണെങ്കിൽ മറ്റുള്ള പഞ്ചായത്തുകളെ പ്രതീക്ഷിച്ച് ഞങ്ങളുടെ പഞ്ചായത്തിൽ കൂടുതൽ പദ്ധതികളാണ് നമ്മൾ കൂടുതൽ വെക്കാറ്. പ്രൊജക്റ്റുകൾ തയ്യാറാക്കുമ്പോൾ കൂടുതൽ പ്രൊജക്റ്റുകൾ തയ്യാറാക്കാറ്. അത് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ എൻജിനീയർ വിഭാഗത്തിൽ നമ്മൾ മറ്റുള്ള പഞ്ചായത്തുകളെ അപേക്ഷിച്ച് ഞങ്ങളുടെ പഞ്ചായത്തിലെ അത്യാവശ്യത്തിലേറെ നമ്മൾ റോഡുകൾക്ക് ഫണ്ട് വയ്ക്കാറുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ടാണ് അവിടെ മാത്രമാണ് ചെറിയൊരു പാളിച്ച എന്ന് പറയാനല്ല, കോൺട്രാക്റ്റ് എടുത്ത ആളുകൾ കൃത്യമായി ഇത് ചെയ്യാത്തതിൻ്റെ ഒക്കെ ഭാഗമായിട്ടാണ് നമുക്ക് അവിടെ മാത്രം തന്നെ വീഴ്ച വരയുള്ളൂ. ബാക്കിയുള്ള കാർഷിക മേഖലയായാലും അതുപോലെ തന്നെ നമ്മളെ പാശ്ചാത്യ മേഖലയൊക്കെ ആയാലും നമുക്ക് 100% ചെലവഴിക്കാൻ നമുക്ക് സാധിച്ചു. എത്ര ശതമാനം നികുതി പിരിവ് യാഥാർത്ഥ്യമായിട്ടുണ്ട്? നമുക്ക് 100%. കഴിഞ്ഞ 5 വർഷം നമുക്ക് 100% അവിടെ നികുതി പിരിവ് നമുക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട്. നേരത്തെ അതുപോലെ പറഞ്ഞു, നമ്മുടെ എൻജിനീയർ വെച്ചെങ്കിൽ നികുതി ഉയർത്തിയതിൻ്റെ ഭാഗം നമ്മൾ കാലം പുരോഗമിക്കുന്നതിനനുസരിച്ച് നമുക്ക് ഇത്ര ശതമാനം വെച്ച് നമുക്ക് നികുതി കൂട്ടാം എന്നുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് സംസ്ഥാന ഗവൺമെൻറ് ആ നികുതി എന്നല്ല, നമ്മുടെ കെട്ടിട പെർമിറ്റ് എടുക്കുമ്പോൾ അടയ്ക്കാവുന്ന സെസ് അത് നികുതി കൂട്ടിയതിൻ്റെ ഭാഗമായി തന്നെ നമ്മൾ ഇത്ര റോഡുകൾക്ക് വികസനം വരുമ്പോൾ നമുക്ക് ആ വികസനത്തിന് ഫണ്ടുകൾക്കൊക്കെ കൂടി തന്നെയാണ് നമ്മൾ ഇത് ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. അതും വലിയ നമ്മൾ നല്ല 3000 സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള ആളുകൾക്ക് മാത്രമാണ് അത് കൂട്ടിയിട്ടുള്ളത്. പാവപ്പെട്ട ജനങ്ങൾക്ക് നമ്മൾ നികുതി കൂട്ടിയിട്ടില്ല. അതിൻ്റെ മുകളിലുള്ള അതിന് മാത്രമാണ് നമ്മൾ ഇത്ര രൂപ വെച്ച് കൂട്ടി നമ്മൾ പോയിട്ടുള്ളത്. അത് ഗവൺമെൻറ് കൂടുതൽ എന്ന് ജനങ്ങളിൽ നിന്ന് വന്നപ്പോൾ നമ്മളതൊന്ന് കുറച്ചെന്നത് സത്യം തന്നെയാണ്, അതില്ല എന്ന് പറയുന്നില്ല. അത് വെച്ചെങ്കിൽ ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെൻറ് ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ പ്രവർത്തനങ്ങളൊക്കെ നടപ്പിലാക്കുന്നത്. അതല്ലാതെ നമ്മൾ കൊള്ളപ്പലിശ ചെയ്യുന്ന രീതിയിലേക്കൊന്നും നമ്മുടെ ഗവൺമെൻറ് നല്ല രീതിയിലുള്ള സംസ്ഥാനം ഒട്ടാകെ നമുക്കറിയാം പ്രവർത്തിച്ച എല്ലാ പ്രവർത്തനങ്ങളും വികസനം എന്ന് പറയുമ്പോൾ റോഡിൻ്റെ വികസനമായാലും അതുപോലെ തന്നെ നമ്മുടെ ദേശീയപാത, അതുപോലെ തന്നെ മലയോര പ്രദേശത്തുള്ള റോഡുകൾ, അതുപോലെ തീരദേശ പ്രദേശത്തെ റോഡുകളൊക്കെ നമുക്ക് നല്ല രീതിയിൽ നിർമ്മിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ആ ഭരണം അതുപോലെ ഇപ്പോൾ നമുക്ക് കെ സ്മാർട്ട് വഴി നമുക്ക് ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഇന്നിപ്പോൾ വീട്ടിലിരുന്ന് തന്നെ ജനങ്ങൾക്ക് എത്തിക്കാൻ നമുക്ക് പഞ്ചായത്തിലേക്ക് കയറി ഇറങ്ങാതെ തന്നെ വീടുകളിൽ ഇരുന്ന് തന്നെ നമ്മുടെ കാര്യങ്ങൾ നടത്താൻ ഗവൺമെൻറ് അങ്ങനത്തെ പദ്ധതി കൊണ്ടുവന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട് ജനങ്ങൾക്കും. അവർക്കറിയാം അത് വെച്ചെങ്കിൽ അവിടെ അഴിമതി ഇല്ലാത്ത രീതിയിലേക്ക് പോകുന്നതിന് വേണ്ടി തന്നെയാണ് ഗവൺമെൻറ് അങ്ങനെയുള്ള പദ്ധതികളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. തീർച്ചയായും വലിയ ആത്മവിശ്വാസത്തിൽ 20-ൽ 20 സീറ്റും ലഭിക്കും എന്നുള്ളതാണ് പഞ്ചായത്ത് പ്രസിഡന്റ് വ്യക്തമാക്കിയിട്ടുള്ളത്. പ്രതിപക്ഷം എന്നുള്ള നിലക്ക് ആൻഡോ പോളിന് UDFന് എത്ര സീറ്റ് ലഭിക്കും എന്നുള്ളത് അതിൻ്റെ ഒരു കൃത്യമായ കണക്ക് പറയാൻ വേണ്ടി കഴിയുമോ, അതല്ല UDF അധികാരത്തിൽ വരും എന്നുള്ള കാര്യത്തിലുള്ള ഒരു ആത്മവിശ്വാസം എത്രമാത്രമാണ്? UDF അധികാരത്തിൽ വരാൻ വേണ്ട സീറ്റ് 11 ആണെന്ന് ജോസേട്ടൻ പറയുണ്ടായി. പക്ഷേ ഞങ്ങൾ 12 മുതൽ 15 സീറ്റ് നേടി ഞങ്ങൾ UDF അധികാരത്തിൽ വരും. ഞങ്ങൾ ഡേ ടു ഡേ കണക്കെടുക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഫീൽഡ് വർക്കിൽ നിന്ന് തന്നെ നമുക്കത് ബോധ്യമാണ്. 12 മുതൽ 15 വരെ ആദ്യത്തെ 1 മുതൽ 15 വരെ വാർഡുകൾ എണ്ണുമ്പോൾ
ഞങ്ങൾ 10 സ്ഥാനത്തെങ്കിലും ഇത് വരും. ആദ്യത്തെ 1 മുതൽ 16 വാർഡ്, 16ാമത്തെ വാർഡ് എണ്ണുമ്പോൾ ഞങ്ങൾ 9ഉം 10നുള്ളിൽ നോക്കും. അവിടെ നിന്ന് ഞങ്ങളത് 13 to 12 to 15 വരെ എത്തും. അത്രയ്ക്കും കോൺഫിഡൻ്റായിട്ട് പറയാവുന്ന രീതിയിലുള്ള പ്രവർത്തനം മുന്നോട്ട് പോകുന്നു ജനങ്ങളിൽ നിന്ന് കിട്ടുന്നത്. ആദ്യത്തെ 16 വാർഡ് എണ്ണുമ്പോൾ ഞങ്ങൾക്കൊരു 9 വാർഡ് മിനിമം ഞങ്ങൾ കയറിയിരിക്കും. എന്തായാലും ഇടതുപക്ഷവും ഭരണപക്ഷമായിട്ടുള്ള ഇടതുപക്ഷവും പ്രതിപക്ഷമായിട്ടുള്ള ഐക്യജനാധിപത്യ മുന്നണിയും തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഈ ചർച്ചയിൽ പങ്കെടുത്തത്. എന്തായാലും കഴിഞ്ഞ 10 വർഷക്കാലത്തെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് ഈ തിരഞ്ഞെടുപ്പിനെ LDF മത്സരിക്കുന്നതെങ്കിൽ കഴിഞ്ഞ 10 വർഷക്കാലം ഈ പഞ്ചായത്തിനകത്ത് നടപ്പിലാക്കാമായിരുന്നിട്ടും നടത്താൻ കഴിയാതെ പോയ, അല്ലെങ്കിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടത്തേണ്ടിയിരുന്ന വികസന പ്രവർത്തനങ്ങൾ നടത്താതെ പോയ കാര്യങ്ങളാണ് പ്രതിപക്ഷമായ ഐക്യജനാധിപത്യ മുന്നണി ഈ ചർച്ചയിൽ മുന്നോട്ട് വച്ചിട്ടുള്ളത്. ഈ ചർച്ചയിൽ പങ്കെടുത്ത പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ, പ്രതിപക്ഷ അംഗം ആൻഡോ പോൾ എന്നിവർക്ക് CCTVയുടെ നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം തന്നെ ഈ രണ്ടുപേരും ഒന്ന് ഹസ്തദാനം നൽകി നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാവുന്നതാണ്.